നമസ്കാരം. TC പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ത്യാഗസ്മരണയിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. സൃഷ്ടാവിന്റെ പരീക്ഷണങ്ങൾക്ക് മുൻപിൽ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയും കാണിച്ച ധീരതയും സമർപ്പണവുമാണ് ബലിപെരുന്നാളിന്റെ സന്ദേശം. തുടർച്ചയായി രണ്ടാം വർഷവും കോവിഡ് ആശങ്ക നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ലോകം ബലിപെരുന്നാൾ ആഘോഷിച്ചത്. ജില്ലാ പൈതൃക മ്യൂസിയമായ ഹജ്ജൂർ കച്ചേരിയെ മലബാർ സ്വാതന്ത്ര്യ സമര സ്മാരകമായി പ്രഖ്യാപിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ്. മുസ്ലിം യൂത്ത് ലീഗ് തിരുരങ്ങാടി മണ്ഡലം കമ്മിറ്റി പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലിന് നിവേദനം നൽകി. വാഹനമോഷണ കേസിലെ പ്രതിയെ താനൂർ പോലീസ് പിടികൂടി. ഉഴൂർ പൈനാട്ട് വീട്ടിൽ നൌഫലിനെയാണ് താനൂർ പോലീസ് ഇൻസ്പെക്ടർ ദിനേശ് കോറാന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. മുഹമ്മദ് ഹനാൻ ഏറെ പ്രതീക്ഷയുള്ള കായിക താരമാണെന്നും ഹനാന്റെ ഇനിയുള്ള പരിശീലനം സർക്കാരിന്റെ കീഴിലാകുമെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. മുഹമ്മദ് ഹനാന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്പോർട്സ് കിറ്റ് മന്ത്രി സമ്മാനിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 17,481 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 1,45,993 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.97 ആണ്. ജില്ലയിൽ ബുധനാഴ്ച 2,318 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. ത്യാഗസ്മരണയുയർത്തി വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. സൃഷ്ടാവിന്റെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും കാണിച്ച ധീരതയും സമർപ്പണവുമാണ് ബലിപെരുന്നാളിന്റെ സന്ദേശം. തുടർച്ചയായി രണ്ടാം വർഷവും കോവിഡ് ആശങ്ക നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ലോകം ബലിപെരുന്നാൾ ആഘോഷിച്ചത്. ആത്മസമർപ്പണത്തിന്റെയും ത്യാഗസ്മരണയുടെയും ആഘോഷമാണ്. ദൈവപ്രീതിക്കായി മകൻ ഇസ്മായിലിനെ ബലി നൽകാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ ആത്മാർപ്പണത്തിന്റെ ഓർമ്മ പുതുക്കലാണ് പെരുന്നാൾ ആഘോഷം. ഹജ്ജ് പെരുന്നാൾ എന്നും ബലിപ്പെരുന്നാളെന്നും വിശ്വാസികൾക്കിടയിൽ അറിയപ്പെടുന്നുണ്ട്. അറബ് വർഷം ദുൽഹജ്ജ് 10-നാണ് ബലിപ്പെരുന്നാൾ ആഘോഷം നടക്കുന്നത്. മകനെ ബലി നൽകാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ ആത്മാർപ്പണത്തിന്റെ ത്യാഗസ്മരണയിൽ വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ദിവസം മൃഗബലി നടത്താറുണ്ട്. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച മകനെ ദൈവത്തിനു ബലി നൽകാൻ ദൈവം ഇബ്രാഹിം നബിയോട് ആജ്ഞാപിക്കുന്നു. അള്ളാഹുവിന്റെ ദാസനായ ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിക്കാൻ അശക്തനാകുന്നു. ഒടുവിൽ മകനെ ബലി നൽകാൻ തന്നെ തീരുമാനിച്ചു. ഭാര്യയോട് പറയാതെ ഒരു ദിവസം ഇബ്രാഹിം നബി മകനെയും കൂട്ടി വീട് വിട്ടിറങ്ങി. കഴുത്തറക്കാൻ ഒരു കത്തിയും കയ്യിൽ കരുതി. ബലി നൽകാൻ തയ്യാറായി ഒരു മലഞ്ചെരുവിലെത്തിയ നബിയോട് എന്തിനാണ് കരയുന്നതെന്ന് മകൻ അന്വേഷിച്ചു. ഒടുവിൽ കാര്യമറിഞ്ഞ ഇസ്മായിൽ നബി പിതാവിനോട് ധൈര്യപൂർവ്വം അള്ളാഹുവിന്റെ ആജ്ഞ അനുസരിക്കാൻ പറയുന്നു. ബലി നൽകാൻ തയ്യാറായെങ്കിലും ഇബ്രാഹിം നബിയുടെ അചഞ്ചലമായ ദൈവവിശ്വാസത്തിൽ സംപ്രീതനായ ദൈവം മകനെ ബലി നൽകേണ്ടതില്ലെന്ന് അരുളി. പകരം ഒരു ആടിനെ ബലിയിറക്കാൻ നിർദ്ദേശിച്ചു. ഇതാണ് ബലിപ്പെരുന്നാളിന്റെ വിശ്വാസപരമായ ഇതിവൃത്തം. ബദരീങ്ങളെ പെറ്റ നാട്ടില് ബഹ്റലയും നീന്തിപ്പോയവൻ. ഒരിക്കൽ കൂടി ഈ ദിനം മണ്ണണയുമ്പോൾ ലോകത്തിന് നൽകുന്ന സന്ദേശവും മഹത്തരമാണ്. പ്രത്യേകിച്ച് ലോകം ഒരു വലിയ പരീക്ഷണത്തിലൂടെ നീങ്ങുന്ന ഈ കാലത്ത് പരീക്ഷണങ്ങൾക്കൊടുവിൽ വിജയം സുനിശ്ചിതമാണെന്നാണ് ഈ ബലിപ്പെരുന്നാൾ സന്ദേശവും ലോകത്തോട് പറയുന്നത്. അതാണ് വിശ്വാസ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതും. ബലിപ്പെരുന്നാൾ നമുക്കേകുന്ന സഹന സന്ദേശമാണ് നാം ഉൾക്കൊള്ളേണ്ടത്. സാമൂഹ്യ അകലങ്ങളുടെ കാലത്ത് പരസ്പരമുള്ള കരുതലോടെയാണ് നാം മുന്നോട്ടു പോകേണ്ടത്. മാനസികമായ ഐക്യമാണ് നാം കൈമുതലാക്കേണ്ടത്. എല്ലാ പ്രേക്ഷകർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. കോവിഡ് കാലത്ത് ആഘോഷം വീട്ടിലൊതുക്കിയ രണ്ടാമത്തെ ബലിപെരുന്നാളാണ് കടന്നുപോകുന്നത്. ആരാധനാലയങ്ങളിൽ വിശ്വാസികൾക്ക് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാൻ അവസരമൊരുക്കണമെന്ന വിശ്വാസികളുടെ ആവശ്യം കഴിഞ്ഞ ദിവസമാണ് അംഗീകരിക്കപ്പെട്ടത്. നിയന്ത്രണങ്ങളോടെ പെരുന്നാൾ നമസ്കാരത്തിനാവശ്യമായ 40 പേരെ ഉൾപ്പെടുത്തി ആരാധന നടത്താമെന്ന് സർക്കാർ അനുമതി ലഭിച്ചതിനെ തുടർന്ന് പള്ളികളിൽ പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചത്. വീടുകളിൽ നിന്ന് അംഗസ്നാനം നടത്തി മുസല്ലയുമായി വന്ന 40 വിശ്വാസികളെയാണ് പള്ളികളിൽ പ്രവേശിപ്പിച്ചത്. പലയിടങ്ങളിലും തെർമോമീറ്റർ ചെക്കിംഗ്, സാനിറ്റൈസിംഗ്,
ഹാൻഡ് വാഷ് തുടങ്ങിയ സുരക്ഷാ മാർഗങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വാക്സിൻ സ്വീകരിച്ചവർക്കാണ് മുൻഗണന. രോഗവ്യാപനം തടയുന്നതിനാവശ്യമായ നടപടികൾ എല്ലാ പള്ളികളിലും ആരാധനാലയങ്ങളിലും സ്വീകരിക്കുമെന്ന് വിവിധ മുസ്ലിം സംഘടനാ നേതാക്കൾ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടത്തിന് ഉറപ്പു നൽകിയിരുന്നു. പള്ളികളിൽ പെരുന്നാൾ നമസ്കാരത്തിനായി പരമാവധി 40 പേർ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ എന്ന് മഹല്ല് കമ്മിറ്റികളും ഉറപ്പുവരുത്തി. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പെരുന്നാൾ ആഘോഷങ്ങൾ ഇത്തവണയും വീടുകളിൽ ഒതുങ്ങി. ഇത്തവണയും ആഘോഷങ്ങൾ അതിരുവിടാതെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ആശംസകൾ ഫോണിലൂടെയും മറ്റും കൈമാറിയും ബന്ധുവീടുകളിലെ സന്ദർശനം ഒഴിവാക്കിയുമാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിച്ചത്. മാസങ്ങൾക്ക് ശേഷം വിശ്വാസികൾ ആദ്യമായാണ് പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത്. ഈ ഒരുമിച്ച് കൂടൽ പല പാഠങ്ങൾ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. വലിയ പെരുന്നാൾ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം പ്രവാചക കുലപതി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ ത്യാഗപൂർണമായ സമഗ്ര സമർപ്പണമാണ്. കൊറോണയിൽ ആഘോഷം പൊലിഞ്ഞ ബലിപെരുന്നാളിന് മൊഞ്ചുകൂട്ടി കുരുന്നുകൾ. കാളാട്ട് വട്ടക്കിണർ തൊട്ടിപ്പാട്ട് കുടുംബത്തിലെ കുട്ടികളാണ് ബലിപെരുന്നാളിന് ഒപ്പന സംഘടിപ്പിച്ചത്. കൊറോണ കാരണം സ്കൂളിലും മറ്റും പോകാൻ കഴിയാതെ വീട്ടിൽ തന്നെ ചടഞ്ഞിരുന്നപ്പോഴാണ് കുട്ടികൾക്ക് പെരുന്നാളിന് ഒപ്പന സംഘടിപ്പിക്കാൻ ആലോചനയുണ്ടായത്. അങ്ങനെ 3 വീടുകളിലെ കുട്ടികൾ ഇടയ്ക്ക് പരിശീലനവും തുടങ്ങി. പിന്നീട് പെരുന്നാളിന് മൊഞ്ചി കൂട്ടിക്കൊണ്ട് ഒപ്പന സംഘടിപ്പിക്കുകയായിരുന്നു. കാളാട് വട്ടക്കിണർ തൊട്ടിപ്പാട്ട് കുടുംബത്തിലെ കുട്ടികളാണ് പെരുന്നാളിന് ഒപ്പന സംഘടിപ്പിച്ചത്. കയ്യിൽ മൈലാഞ്ചി അണിഞ്ഞ സുന്ദരിയായി മണവാട്ടിയെത്തിയപ്പോൾ ഒപ്പനയുടെ അഴക് തെല്ലൊന്നു കൂടി. കുട്ടികൾ ചേർന്നാണ് ഒപ്പന സംഘടിപ്പിച്ചത്. നിറമരുതൂർ AMLP സ്കൂളിലെ ഒപ്പന ടീമിലെ അംഗങ്ങളാണ് ഈ കുരുന്നുകൾ. തൊട്ടിപ്പാട്ട് ഷെരീഫിന്റെ വീട്ടിൽ വെച്ചാണ് ഒപ്പന സംഘടിപ്പിച്ചത്. വീട്ടിൽ അടഞ്ഞിരുന്നിട്ട് ബോറടിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിറമരുതൂർ സ്കൂളിലെ കുട്ടികളാണ് ഉള്ളത് മുഴുവൻ. അതുപോലെ തന്നെ എൻ്റെ ബന്ധത്തിൽപ്പെട്ട കുട്ടികളാണ് എല്ലാവരും. അപ്പോൾ അവർ വീട്ടിൽ കൊറോണ കാരണം അടഞ്ഞിരിക്കുന്നു ഇത്രയും കാലം. അപ്പോൾ ഞാൻ സ്കൂളിലൊരു PTA മെമ്പറും കൂടിയാണ്. അപ്പോൾ കുട്ടികളൊരു ബുദ്ധിമുട്ട് കണ്ടപ്പോൾ തീർച്ചയായിട്ടും പിള്ളേരൊന്ന് എൻജോയ് ആയിക്കോട്ടെ, കുട്ടികളൊന്ന് എൻജോയ് ആവട്ടെ എന്നുള്ള രൂപത്തിലാണ് ചെറിയൊരു പാട്ടുരംഗം പെരയിൽ ഈ 4-5 വീട്ടിലെ കുട്ടികളാണ് അവതരിപ്പിക്കാനായ കാരണം. അവർ കാരണം കൊണ്ട് തന്നെ കുട്ടികൾക്ക് അതൊരു വലിയൊരു ഇൻട്രസ്റ്റ് ആകുകയും അതുപോലെ തന്നെ ഒരു ഉണർവ് ഉണ്ടാവുകയും ചെയ്തു. കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ട് തന്നെയാണ് ഈ രീതിയിൽ ഈ പരിപാടി ഇവിടെ നടത്തിയിട്ടുള്ളത്. ജില്ലാ പൈതൃക മ്യൂസിയമായ ഹജൂർ കച്ചേരി 1921 മലബാർ സ്വാതന്ത്ര്യ സമര സ്മാരകമായി പ്രഖ്യാപിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് തിരുരങ്ങാടി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലിന് നിവേദനം നൽകി. ഹജൂർ കച്ചേരി സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് മന്ത്രിക്ക് യൂത്ത് ലീഗ് നിവേദനം നൽകിയത്. 1921 മലബാർ സ്വാതന്ത്ര്യ സമരത്തിന് നൂറ്റാണ്ട് തികയുകയാണ്. ജില്ലാ പൈതൃക മ്യൂസിയമായ ചെമ്മാട്ടെ ഹജൂർ കച്ചേരിയായിരുന്നു സമരത്തിന്റെ സിരാകേന്ദ്രം. ഈ കെട്ടിടത്തിന്റെ മുറ്റത്തു നിന്നാണ് ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള നിരായുധരായ സംഘത്തിന് നേരെ ബ്രിട്ടീഷ് പട്ടാളം നിറയൊഴിച്ചത്. നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ആ പോരാട്ടത്തിന് 100 തികയുമ്പോൾ അവരെ സ്മരിക്കാൻ ഒരു സ്മാരകമില്ലെന്നത് സങ്കടകരമാണെന്നും നിവേദനത്തിൽ പറഞ്ഞു. അക്കാലത്ത് ബ്രിട്ടീഷ് ഭരണ സിരാകേന്ദ്രവും കോടതിയും പോലീസ് സ്റ്റേഷനും ജയിലുമൊക്കെയായി പ്രവർത്തിച്ചിരുന്ന ജില്ലാ പൈതൃക മ്യൂസിയമായി ഉയർത്തിയ ഹജൂർ കച്ചേരിക്ക് 1921 മലബാർ സ്വാതന്ത്ര്യ സമര സ്മരണ എന്ന് നാമകരണം ചെയ്യണമെന്നാണ് യൂത്ത് ലീഗ് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടത്. യൂത്ത് ലീഗ് ഭാരവാഹി നവാസ് ചെറമംഗലവും നിവേദക സംഘത്തിലുണ്ടായിരുന്നു. ഇനിയൊരു ഇടവേള. വാർത്ത തുടരുന്നു. വാഹനമോഷണ കേസിലെ പ്രതിയെ താനൂർ പോലീസ് പിടികൂടി. ഒഴൂർ പൈനാട്ട് വീട്ടിൽ നൌഫലിനെയാണ് താനൂർ പോലീസ് ഇൻസ്പെക്ടർ ദിനേഷ് കോറാടിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. താനൂർ, തിരുവങ്ങാടി, തിരൂർ എന്നിവിടങ്ങളിലും കോഴിക്കോട് ജില്ലയിലെ വാഹനമോഷണ കേസിലും പ്രതിയായ ഒഴൂർ പൈനാട്ട് നൌഫലിനെയാണ് താനൂർ പോലീസ് ഇൻസ്പെക്ടർ ദിനേഷ് കോറാട് പിടികൂടിയത്. കഴിഞ്ഞ മാസം ജയിലിൽ നിന്നിറങ്ങിയ പ്രതി നമ്പറില്ലാത്ത സ്കൂട്ടർ സഹിതമാണ് പൂരപ്പുഴ ഭാഗത്ത് വെച്ച് പിടിയിലായത്. 2018 ATM കൗണ്ടറിനുള്ളിൽ കയറി മോഷണം നടത്താൻ ശ്രമിച്ചതിനും താനൂർ നടക്കാവ് കർട്ടൻ കടയിൽ നിന്ന് പൂട്ടുപൊളിച്ച് അകത്ത് കയറി പണം മോഷ്ടിച്ചതിനും തെയ്യാല ശാന്തി ആശ്രമത്തിന്റെ പൂട്ടുപൊളിച്ച് കവർച്ച നടത്തിയതിനും കേസുണ്ട്. മാത്രമല്ല 2009 തിരുരങ്ങാടി മദർലാൻഡ് ഫാൻസി ആൻഡ് ഫുഡ്വെയർ കടയുടെ പൂട്ടുപൊളിച്ച് പണം മോഷ്ടിച്ച കേസിലും കോഴിക്കോട് ജില്ലയിൽ ബുള്ളറ്റ് മോഷണ കേസിലും പ്രതിയാണ് നൌഫൽ. SI ശ്രീജിത്ത്, ഗ്രേഡ് SI ഗിരീഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷംസാദ്, CPO
രജിത് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കാലിക്കറ്റ് സർവകലാശാലയിൽ വിദ്യാർത്ഥിനിയുടെ ലൈംഗിക പീഡന പരാതിയിൽ അധ്യാപകനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധവുമായി ഫ്രറ്റേണിറ്റി പ്രവർത്തകർ. അധ്യാപകനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിൽ വിദ്യാർത്ഥിയുടെ ലൈംഗിക പീഡന പരാതിയിൽ അധ്യാപകന്റെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് മാർച്ച് നടത്തിയത്. അധ്യാപകനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്റ്റേഷൻ മുന്നിൽ പോലീസ് തടഞ്ഞു. ഫ്രറ്റേണിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഫസ്ന മിയാൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പോലീസും അധ്യാപകനും തമ്മിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് അറസ്റ്റ് വൈകുന്നതിന് പിന്നിലെന്ന് ഫസ്ന മിയാൻ പറഞ്ഞു. അദ്ദേഹം വർക്ക് ചെയ്ത ഇവിടെ മാത്രമല്ല, അദ്ദേഹം എവിടെയൊക്കെ വർക്ക് ചെയ്തിരുന്നു അവിടെയൊക്കെ സമാനമായ രീതിയിലുള്ള പരാതികൾ ഉയർന്നു വരികയും അതിനെതിരെ വളരെ ഏതോ അർത്ഥത്തിലുള്ള അലസത കൊണ്ടും രാഷ്ട്രീയ പ്രേരണ കൊണ്ടും ഇതുവരെ ഒരു ആക്ഷൻ എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് അയാൾ വീണ്ടും വീണ്ടും ഇത്തരം രൂപത്തിൽ വിദ്യാർത്ഥിനികളെ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം അപമാനങ്ങൾക്ക് വളം വെച്ച് കൊടുത്തത് ഇവിടുത്തെ പോലീസാണെന്ന് പറയുന്നതിൽ ഫ്രറ്റേണിറ്റിക്ക് യാതൊരു മടിയുമില്ല. ആ രൂപത്തിലാണ് പോലീസിൻ്റെ അലംഭാവം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ രണ്ടാമതൊരു തവണ ഇങ്ങനെയുള്ള വിദ്യാർത്ഥിനികളെ അപമാനിക്കാൻ ഈ അധ്യാപകൻ തുനിയുമായിരുന്നില്ല. കൃത്യമായ എന്താണോ ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യമെന്നുള്ളത് ഫ്രറ്റേണിറ്റി പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ഹാദി ഹസൻ, വള്ളിക്കുന്ന് മണ്ഡലം സെക്രട്ടറി സജ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി പറവണ്ണ സലഫി EM സ്കൂളിൽ സംഘടിപ്പിച്ച പെരുന്നാൾ പാട്ടോർമ്മകൾ എന്ന പരിപാടി ശ്രദ്ധേയമായി. പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായിക മുക്കം സാജിദ ഉദ്ഘാടനം ചെയ്തു. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി പറവണ്ണ സലഫി EM സ്കൂളിൽ സംഘടിപ്പിച്ച പെരുന്നാൾ പാട്ടോർമ്മകൾ എന്ന പരിപാടി ശ്രദ്ധേയമായി. പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായിക മുക്കം സാജിദ ഉദ്ഘാടനം ചെയ്തു. തന്റെ 13ാമത്തെ വയസ്സിൽ കിളിയെ ദിക്കർ പാടി കിളിയെ എന്ന ഗാനമാലപിച്ചുകൊണ്ടാണ് പാട്ടോർമ്മകൾ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചത്. ഗസൽ ഗായകൻ ഉമ്പായിയുടെ സഹോദരി പുത്രനും പറവണ്ണ സ്വദേശിയുമായ പിന്നണി ഗായകൻ CK സാദിഖ് ഉമ്പായൊപ്പമുള്ള പെരുന്നാൾ ഓർമ്മകളും ഗസൽ പാട്ടുകളും പെരുന്നാൾ ഓർമ്മപ്പെടുത്തലൂടെ ഓർത്തെടുത്തു. ഗായകൻ അൻസാർ ചാരോത്ത്, കേരള മാപ്പിള കലാ അക്കാദമി പ്രസിഡന്റ് നാസർ മേച്ചേരി എന്നിവർ പാട്ടോർമ്മയിൽ പെരുന്നാൾ പാട്ടുകൾ ആലപിച്ചു. ജനതാ ബസാർ ശാന്തിനഗർ സൊല്ലാഹ് LP സ്കൂളിൽ ബക്രീദിനോടനുബന്ധിച്ച് നടത്തിയ പരിപാടി മാപ്പിളപ്പാട്ട് രചയിതാവ് KP കുട്ടി വാക്കാട് ഓൺലൈൻ മുഖേന ഉദ്ഘാടനം ചെയ്തു. ജനതാ ബസാർ ശാന്തിനഗർ സൊല്ലാഹ് LP സ്കൂളിൽ ബക്രീദ് പരിപാടിയോടനുബന്ധിച്ച് നടത്തിയ പരിപാടി മാപ്പിളപ്പാട്ട് രചയിതാവ് KP കുട്ടി വാക്കാട് ഓൺലൈൻ മുഖേന ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ VM കുട്ടിയുടെ മകൻ ചീഫ് ഗസ്റ്റായി പങ്കെടുത്തു. പ്രധാനാധ്യാപകൻ ഖാദർ അധ്യക്ഷത വഹിച്ചു. K ഷംല സ്വാഗതവും PTA പ്രസിഡന്റ് P ഹുസൈൻ നന്ദിയും പറഞ്ഞു. മൈലാഞ്ചിയിടൽ മത്സരം, പ്രസംഗം, പാട്ട് തുടങ്ങിയ പരിപാടികൾ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മുഹമ്മദ് ഹനാൻ ഏറെ പ്രതീക്ഷയുള്ള കായിക താരമാണെന്നും ഹനാന്റെ ഇനിയുള്ള പരിശീലനം സർക്കാരിന്റെ കീഴിലാകുമെന്നും കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ പറഞ്ഞു. കേപ്പുരം സ്വദേശി മുഹമ്മദ് ഹനാന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്പോർട്സ് കിറ്റ് മന്ത്രി സമ്മാനിച്ചു. രാജ്യത്തിന്റെ അഭിമാനമായി മാറുന്നതിന് ഹനാനെ മാറ്റിയെടുക്കാനുള്ള ശ്രമം കായിക വകുപ്പിന്റെയും പരിശീലകരുടെയും ഭാഗത്തുനിന്ന് ഇനിയുമുണ്ടാകും. ഇതിന്റെ ആദ്യഘട്ടമായി ഹനാന് പ്രോത്സാഹനമെന്ന നിലയിൽ ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. കായിക താരങ്ങൾക്ക് എന്തു പരാതിയുണ്ടെങ്കിലും ജില്ലാ കളക്ടർക്ക് മുൻപാകെ ബോധിപ്പിക്കാനുള്ള അവസരം സംസ്ഥാന തലത്തിൽ തന്നെ നടപ്പിലാക്കും. ജില്ലയിലെ കായിക താരങ്ങൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഏതു തരത്തിലുള്ള കായിക സൗകര്യങ്ങളും ഒരുക്കാൻ ജില്ലാ കളക്ടർക്കും ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ കായിക താരങ്ങൾക്ക് അവരെ പ്രോത്സാഹനത്തിന് ഉതകുന്ന രീതിയിലുള്ള എന്ത് സൗകര്യങ്ങൾ ചെയ്യണം ആ സൗകര്യങ്ങൾ ചെയ്യാൻ ബഹുമാനപ്പെട്ട ജില്ലാ പ്ലാനിങ്ങിനും ജില്ലാ കളക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ കണ്ടെത്തുന്ന താരങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ആ രീതിയിലാണെങ്കിലും അടിസ്ഥാന തലത്തിൽ നിന്ന്, ഇപ്പോൾ സ്കൂൾ തലത്തിൽ നിന്ന്, KG തലത്തിൽ നിന്ന് തന്നെ നമ്മുടെ കായിക താരങ്ങളെ കണ്ടെത്താൻ പോകും. 1ാം ക്ലാസ്സിൽ തന്നെ കായിക പാഠങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ 37 ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്ക് കായിക രംഗത്തുള്ള ബാലപാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായി അവരെ വളർത്തിയെടുത്തുകൊണ്ട് തന്നെ മെഡലല്ല നമ്മൾ ആദ്യം ലക്ഷ്യം വെക്കുന്നത്. കായികമായിട്ടുള്ള അവരെ കഴിവിനെ വികസിപ്പിച്ചെടുത്തുക. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ കൂടുതൽ മെഡലുകൾ നമ്മളെ തേടി വരുന്ന അവസ്ഥയിലേക്ക് കായിക രംഗം മാറും. ആ ഒരു രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്.
ഈ വർഷം ഫെബ്രുവരിയിൽ കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ നടന്ന ദക്ഷിണ മേഖല ജൂനിയർ മീറ്റിൽ ഒന്നാമതെത്തിയതോടെയാണ് ഹനാന് ലോക റാങ്കിങ്ങിൽ 3ാം സ്ഥാനം നേടാൻ സാധിച്ചത്. വെള്ളച്ചാലിൽ കരീം നൂർ ദമ്പതികളുടെ മകനായ ഹനാൻ താനൂർ ദേവദാസ് സ്കൂളിൽ +2 വിദ്യാർത്ഥിയാണ്. കായികാധ്യാപകനായ സഹോദരൻ മുഹമ്മദ് അർഷാദിന്റെ കീഴിലാണ് പരിശീലനം. SMA രോഗം ബാധിച്ച അങ്ങാടിപ്പുറം വലമ്പൂരിലെ 5 മാസം പ്രായമുള്ള ഇമ്രാൻ മരണത്തിന് കീഴടങ്ങി. സുമനസുകൾ കൈകോർത്തപ്പോൾ ഇതുവരെ ലഭിച്ചത് 16 കോടി രൂപ. ഇനിയുള്ള 2 കോടി രൂപ കൂടി കണ്ടെത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇമ്രാൻ വിട പറഞ്ഞത്. SMA രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 5 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ആരിഫിന്റെ മകൻ ഇമ്രാൻ അഹമ്മദാണ് മരിച്ചത്. മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ വെന്റിലേറ്ററിലായിരുന്നു കഴിഞ്ഞ 4 മാസമായി കുഞ്ഞ്. ഹൃദയസ്തംഭനം മൂലം രാത്രി 11:45 മരണം സംഭവിച്ചത്. SMA രോഗത്തിനുള്ള 18 കോടി രൂപ ചികിത്സക്കായി സർക്കാർ സഹായം ആവശ്യപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത് ഇമ്രാന്റെ പിതാവ് ആരിഫായിരുന്നു. ഈ പരാതിയിൽ തീരുമാനമാകും മുൻപാണ് ഇമ്രാന്റെ മരണം. മങ്കട MLA മഞ്ഞളം കുഴിയാലിയുടെ നേതൃത്വത്തിൽ കുഞ്ഞിന്റെ ചികിത്സക്കായി ക്രൗഡ് ഫണ്ടിംഗ് ആരംഭിച്ചിരുന്നു. ഇത് 16 ലക്ഷമായപ്പോഴാണ് ഇമ്രാൻ വിടവാങ്ങിയത്. ബലിപെരുന്നാൾ ദിനത്തിൽ തിരൂർ ജില്ലാ ആശുപത്രിയിലെ കോവിഡ് രോഗികൾക്കുൾപ്പെടെയുള്ളവർക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കും പെരുന്നാൾ വിഭവങ്ങൾ ഒരുക്കി തിരൂർ CH സെന്റർ. ജില്ലാ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ PC അബ്ദുറഹിമാൻ ഹാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബലിപെരുന്നാൾ ദിനത്തിൽ തിരൂർ ജില്ലാ ആശുപത്രിയിലെ കോവിഡ് രോഗികളുൾപ്പെടെയുള്ളവർക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും കൂടാതെ കമറുന്നീസ അൻവറിന്റെ മേൽനോട്ടത്തിലുള്ള അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കും പെരുന്നാൾ വിഭവങ്ങൾ ഒരുക്കി തിരൂർ CH സെന്റർ. ജില്ലാ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ PC അബ്ദുറഹിമാൻ ഹാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനം എൻ്റെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച് നടത്തുന്നത് വലിയ സന്തോഷമുണ്ട്. മഹത്തായ ബലിപെരുന്നാൾ ദിനത്തിലാണ് നമ്മൾ ഈ ജില്ലാ ആശുപത്രിയിൽ വർഷങ്ങളായി CH സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ 3 നേരത്തെ ഭക്ഷണ വിതരണവും അതോടൊപ്പം തന്നെ ആംബുലൻസ് സർവീസ് കൂടാതെ വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസമായിട്ട് ആശുപത്രി പരിസരത്ത് തന്നെ ഇപ്പോൾ ഒരു ലാബ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. കുറഞ്ഞ നിരക്കിലും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സൗജന്യമായ രീതിയിൽ ലാബ് ആൻഡ് എക്സ്റേ പ്രവർത്തിച്ചു വരികയാണ്. മാത്രമല്ല നമുക്കറിയാം, അപ്പോൾ ഈ ആശുപത്രി ഈ ടൗൺ പരിസരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഒറ്റപ്പെട്ടു വരുന്ന രോഗികൾക്ക് ഇന്ന് അവരുടെ ഒരു ആശാ കേന്ദ്രമാണ്. പലപ്പോഴും പോലീസും മറ്റു ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു വരുന്ന ഒറ്റപ്പെട്ടു വരുന്ന രോഗികളുടെ കാര്യത്തിൽ ഞങ്ങളെയാണ് അറിയിക്കാറ്. അവരെ ഏറ്റെടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ നൽകിക്കൊണ്ടുവരികയാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം, ഈ ബലിപെരുന്നാൾ ദിനത്തിൽ എല്ലാ ഉത്സവ ആഘോഷവേളകളിലും ഇതേ രീതിയിലുള്ള പ്രത്യേക ഭക്ഷണം തയ്യാറാക്കി കൊടുക്കാറുണ്ട്. ഇന്ന് ബലിപെരുന്നാൾ ദിനത്തിൽ നമ്മുടെ ചില അഭ്യുദയകാംക്ഷികൾ അവർ മുന്നോട്ട് വരികയും അവരുടെയൊക്കെ സഹകരണത്തോടു കൂടി ഇന്ന് നല്ലൊരു ഒരു പെരുന്നാൾ വിഭവം നമ്മളിപ്പോൾ ഇവിടെ ആശുപത്രിയിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും കൂടാതെ നമുക്കറിയാം നമ്മുടെ തിരൂർ ടൗൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വൃദ്ധസദനം നമ്മുടെ കമറുന്നീസ അൻവർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അവിടെയുള്ള സ്നേഹഭവനം, അവിടെയുള്ള അന്തേവാസികൾക്കും കൂടെ ഇന്നത്തെ ഈ പെരുന്നാൾ ദിനത്തിൽ അവരുടെ ഈ സന്തോഷ ദിനത്തിൽ അവരെയും കൂടെ ഭാഗമാക്കിയുള്ള പ്രവർത്തനത്തിലാണ് ഇപ്പോൾ CH സെന്റർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഗതി മന്ദിരത്തിൽ കമറുന്നീസ അൻവർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ VP ഹംസ, ഇബ്രാഹിം പള്ളത്ത, കുന്നത്ത് അബ്ബാസ്, KP ഷാജഹാൻ, ഷൗക്കത്ത് അലി, PK അലിമോൻ, E മജീദ് ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 17,481 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 1,45,993 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.97 ആണ്. സംസ്ഥാനത്ത് ഇന്ന് 17,481 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 2,318, എറണാകുളം 2,270, കോഴിക്കോട് 2,151, തൃശൂർ 1,983, പാലക്കാട് 1,394, കൊല്ലം 1,175, തിരുവനന്തപുരം 1,166, കോട്ടയം 996, ആലപ്പുഴ 969, കണ്ണൂർ 777, കാസർഗോഡ് 776, പത്തനംതിട്ട 584, വയനാട് 475, ഇടുക്കി 447 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,45,993 സാമ്പിളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.97 ആണ്. കഴിഞ്ഞ ദിവസമുണ്ടായ 105 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 15,617 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 86 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 16,600 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 698 പേരുടെ സമ്പർക്ക വിവരം വ്യക്തമല്ല. 97 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലിരുന്ന 14,131 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ ബുധനാഴ്ച 2,318 പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 16.36% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ജില്ലയിൽ ബുധനാഴ്ച 2,318 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 16.36% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്.
2221 പേർ വിദഗ്ധ പരിചരണത്തിന് ശേഷം രോഗമുക്തരായി. ഇതോടെ ജില്ലയിൽ കോവിഡ് മുക്തരായവരുടെ എണ്ണം 3,55,068ആയി. ബുധനാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചവരിൽ കൂടുതൽ പേർക്കും രോഗികളുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധയുണ്ടായിട്ടുള്ളത്. 2246 പേർക്കാണ് ഇത്തരത്തിൽ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 27 പേർക്ക് ഉറവിടം അറിയാതെയാണ് രോഗബാധ. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ 7 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ 37 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഇപ്പോൾ 53,582 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. കോവിഡ് ബാധിതരായി ചികിത്സയിൽ കഴിയുന്നത് 18,400 പേരാണ്. ജില്ലയിൽ ഇതുവരെ 1,402 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. ജൂലൈ 21 ചന്ദ്രദിനം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ അവസ്മരണീയമായ മുഹൂർത്തത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഒരു ദിനം. ചന്ദ്രദിനത്തിന്റെ ഭാഗമായി കൂട്ടായി SHM UP സ്കൂളിൽ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. മനുഷ്യൻ എന്നും അത്ഭുതത്തോടെയും കൗതുകത്തോടെയും നോക്കിക്കണ്ട പ്രതിഭാസം. ജൂലൈ 21 ചന്ദ്രദിനം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ അവസ്മരണീയ മുഹൂർത്തത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഒരു ദിനം കൂടി. ചന്ദ്രദിനത്തിന്റെ ഭാഗമായി കൂട്ടായി SHM UP സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മനുഷ്യൻ ചന്ദ്രനിൽ, ഇതൊരു മനുഷ്യന്റെ ചെറിയ കാര്യത്തിൽ, എന്നാൽ മാനവരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം. മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാലയത്തിൽ ഓൺലൈനായി നടത്തിയ ചന്ദ്രദിനാചരണ പരിപാടിയിൽ നാസ ഗഫൂർ മാസ്റ്റർ മുഖ്യ അതിഥിയായി. ഗവേഷകരെക്കുറിച്ചും ചന്ദ്രയാൻ യാത്രകളെക്കുറിച്ചും ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രന്റെ പ്രത്യേകതകളെക്കുറിച്ചും ബഹിരാകാശ ഗവേഷണങ്ങളെക്കുറിച്ചും യാത്രകളെക്കുറിച്ചും കേരളത്തിലെ വിവിധ വിദ്യാലയങ്ങളിലായി ഒട്ടനവധി ക്ലാസുകൾ നടത്തിയ ഗഫൂർ മാസ്റ്ററുടെ ക്ലാസുകൾ കുട്ടികൾക്ക് ഏറെ അനുഭൂതിയായി. വിദ്യാലയത്തിലെ ചന്ദ്രദിനാചരണ പരിപാടിയിൽ അതിഥിയായി എത്തിയ ഗഫൂർ മാസ്റ്റർ സ്വന്തം വീഡിയോ ക്ലാസ്സിലൂടെ കുട്ടികൾക്കായി ഒട്ടേറെ അറിവുകൾ പകർന്നു നൽകുകയും ചന്ദ്രദിനാചരണത്തിന്റെ പ്രാധാന്യം കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ചന്ദ്രദിനാചരണ പരിപാടിയിൽ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുത്തു. മാങ്ങാട്ടിരി യുവധാരയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ SLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ കിട്ടിയ വിദ്യാർത്ഥികളെ വീട്ടിൽ പോയി ആദരിച്ചു. മാങ്ങാട്ടിരി യുവധാരയുടെ നേതൃത്വത്തിലാണ് പ്രദേശത്തെ SLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ കിട്ടിയ വിദ്യാർത്ഥികളുടെ വീട്ടിൽ പോയി ആദരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് U സൈനുദ്ദീൻ, പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പ, യുവധാര സെക്രട്ടറി P ഷാജി, പ്രസിഡന്റ് K സുനിൽകുമാർ, K രാകേഷ്, T സുകുമാരൻ, വാർഡ് മെമ്പർ T അനിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു വർഷക്കാലം ഓൺലൈൻ പഠനത്തിലൂടെ മാത്രമാണ് നമ്മൾ കുട്ടികൾക്ക് SSLC പഠിക്കാനുള്ള അവസരം കിട്ടിയത്. വളരെ പ്രയാസപ്പെട്ട് ഓൺലൈൻ പഠനത്തിലൂടെ നമ്മുടെ മക്കൾ വലിയ വിജയം നേടിയിരിക്കുകയാണ്. അവരെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി മാങ്ങാട്ടിരി യുവധാര എല്ലാ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളുടെയും ഈ മാങ്ങാട്ടിരി പ്രദേശത്തെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന, നമ്മുടെ ബ്ലോക്കിനകത്ത് തന്നെ ഏറ്റവും മികച്ച സന്നദ്ധ സംഘടനയായിട്ടുള്ള യുവധാര മാങ്ങാട്ടിരി നമ്മുടെ മേഖലയിലുള്ള ഈ പ്രദേശത്തുള്ള മുഴുവൻ A+ കിട്ടിയ മുഴുവൻ കുട്ടികളെയും ആദരിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. വിജയികളായിട്ടുള്ള മുഴുവൻ കുട്ടികളെയും അഭിനന്ദിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്യാഗസ്മരണയിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. സൃഷ്ടാവിന്റെ പരീക്ഷണങ്ങൾക്ക് മുൻപിൽ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയും കാണിച്ച ധീരതയും സമർപ്പണവുമാണ് ബലിപെരുന്നാളിന്റെ സന്ദേശം. തുടർച്ചയായി 2ാം വർഷവും കോവിഡ് ആശങ്ക നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ലോകം ബലിപെരുന്നാൾ ആഘോഷിച്ചത്. ജില്ലാ പൈതൃക മ്യൂസിയമായ ഹജ്ജൂർ കച്ചേരിയെ മലബാർ സ്വാതന്ത്ര്യ സമര സ്മാരകമായി പ്രഖ്യാപിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ്. മുസ്ലിം യൂത്ത് ലീഗ് തിരുരങ്ങാടി മണ്ഡലം കമ്മിറ്റി പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലിന് നിവേദനം നൽകി. വാഹനമോഷണ കേസിലെ പ്രതിയെ താനൂർ പോലീസ് പിടികൂടി. ഉഴൂർ പൈനാട്ട് വീട്ടിൽ നൌഫലിനെയാണ് താനൂർ പോലീസ് ഇൻസ്പെക്ടർ ദിനേശ് കോറാന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. മുഹമ്മദ് ഹനാൻ ഏറെ പ്രതീക്ഷയുള്ള കായിക താരമാണെന്നും ഹനാന്റെ ഇനിയുള്ള പരിശീലനം സർക്കാരിന്റെ കീഴിലാകുമെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. മുഹമ്മദ് ഹനാന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്പോർട്സ് കിറ്റ് മന്ത്രി സമ്മാനിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 17,481 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 1,45,993 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.97 ആണ്. ജില്ലയിൽ ബുധനാഴ്ച 2,318 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.